ഹലോ, ആ പറയൂ. കാരപ്പുറത്ത് ബുർജ് അൽഹിന്ദ്ന്നായിരുന്നേ. ആ അഞ്ജു എന്ന് പറഞ്ഞിട്ട് ആണോ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല? ഇല്ല, എനിക്ക് കസ്റ്റമർ അടുത്തുനിന്ന് തെറി വരെ കേട്ടു. നിങ്ങൾ എന്ത് ചെയ്യാണ് ഫുഡ് അവിടെ വെച്ചിട്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവസാനം ഞാൻ ഇത്രയൊന്നും അല്ലായിരുന്നു, ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടികൾ നിൽക്കും പോലെയാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഓർഡർ ഐറ്റം എന്താ? ഫിഷ് പൊതിച്ചോറോ? ആക്കെ ഇവർക്ക് വേഗം എടുത്തരാവുന്നല്ലേ ഉള്ളൂ. എനിക്കൊന്ന് കോഴിക്കോട് സിറ്റിയിൽ ഇപ്പൊ ഡെലിവറി ബോയ്സ് ആരും ഉണ്ടാവില്ല, എല്ലാവരും ഇവിടെയുള്ളത്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ് സുഹൃത്തുക്കളെ. ഞാനും കുറച്ച് കാക്കകളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. നമ്മളിപ്പോൾ സമയം 6:30 മണിയായി. ഞായറാഴ്ച നമ്മളിപ്പോൾ സോണിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്വിഗ്ഗിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ശോകം അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. സോ ഇന്ന് സൺഡേ ആണ് നമ്മൾ ഇറങ്ങിയിട്ട് എത്ര രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിടുത്തമില്ല. പിന്നെ പല ആൾക്കാരും വീടിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേറ്റും അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് കിലോമീറ്ററും പറയണം എന്നുള്ളത്. സോ ഇന്നത്തെ ഡേറ്റ് അപ്പോൾ ഇന്നത്തെ ഡേറ്റ് നവംബർ 23 ഞായറാഴ്ചയാണ്. സോ ഇനി നമുക്ക് കിലോമീറ്ററിലേക്ക് വരാം. സ്റ്റാർട്ടിങ് കിലോമീറ്റർ ഇതേ 0 വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് കിലോമീറ്റേഴ്സും അതുപോലെ തന്നെ പെട്രോൾ എക്സ്പെൻസും പറയുന്നത് ഞാൻ വീട് മുതൽ സോൺ വരെ എത്തിയതും സോൺ 2 പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ കിലോമീറ്ററും കൂടെ ഇൻക്ലൂഡ് ആണ്. സോ ഇന്ന് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നേരത്ത് സോണിലൂടെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഡ്യൂട്ടി ഓൺ ചെയ്യാം. സമയം 6:30 മണിയായി. അപ്പോൾ ഓൺ ചെയ്യാം. ഇനി ബാക്കി നമുക്ക് റൈഡ് കാണാം. ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും ടാർഗറ്റ് പോലെ തന്നെയാണ് ഇന്നത്തെ എന്റെ ടാർഗറ്റ്. ഞാൻ മൊത്തത്തിൽ ഒരു 700 രൂപ പ്രോഫിറ്റ് അടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വിഗ്ഗി ഇറങ്ങിയ സമയത്തുണ്ടായ നമുക്കുണ്ടായ അനുഭവം അത് ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. സോ ഇന്നും ഞാൻ 3ാമത്തെ സ്ലാബ് അടിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് 3ാമത്തെ സ്ലാബ് വരുന്നത് 19 ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ 255 രൂപ നമുക്ക് ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട്. 500 രൂപയാണ്. 500 to 550 600 രൂപേന്റെ അടുത്താണ് നമുക്ക് ടാർഗറ്റ്. മറ്റത് വരുന്ന സമയത്ത് 700, 750, 800 ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഫുൾ ഇൻസെന്റീവ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ. അത് പറ്റൂലല്ലോ. ഇന്നത്തെ സർജ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. 2000 പെർ ഡേ എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സൂപ്പർ നവംബർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനാന്ന് എനിക്കൊരു പിടുത്തമില്ല. 2000 രൂപയൊക്കെ പെർ ഡേ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 24 hours ഈ സ്വിഗ്ഗിയുടെ സോണിൽ നിൽക്കേണ്ടി വരും. എന്നാൽ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2000 രൂപ പ്രോഫിറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ 2500 എത്തിക്കണം. പ്രോഫിറ്റ് ഇല്ലാതെയാണ് 2000 രൂപ കിട്ടുന്നത്. സോ 2000 രൂപ കിട്ടിയാലും 1500 മാത്രമേ നമുക്ക് പ്രോഫിറ്റ് അടിക്കാൻ പറ്റൂ. അപ്പൊ ഇന്നത്തെ സർജ് ഡീറ്റെയിൽസ് രാവിലെ 6 മണി മുതൽ 7 മണി വരെ 35% അപ് ടു 30 രൂപ വരെ. അത് കഴിഞ്ഞ് 7 മണി ടു 9 മണി വരെ ഉണ്ട് 25 രൂപ അപ് ടു 35%. പിന്നെ ഉച്ചയ്ക്കുണ്ട് ഗൈസ് 12 to 3 35% 30 രൂപ വരെ. ഇന്നത്തെ ദിവസം എന്തായാലും മൂഞ്ചെന്ന് മനസ്സിലായി. നമുക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. സൽക്കാരാപ്പ പാരഗൺ നടക്കാവുന്നതാണ് ഓർഡർ കിട്ടിയത്. 39 രൂപയുടെ ഓർഡർ. 10 രൂപ നമുക്ക് സർജ് ഉണ്ട് ഗൈസ്. സമയം ഇപ്പൊ 7 മണിയായി. ഞാനിപ്പോ അരമണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു. ഞാനിവിടെ ഇരുന്നിട്ട് എന്റെ പൊന്നെ ഒരു കൂട്ടം പടയാളികളാണ് എന്നെ ആക്രമിക്കാനായിട്ട് വന്നത്. ഞാൻ കുറച്ചെണ്ണത്തിന് ഇവിടെ അടിച്ച് സൈഡാക്കിയിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ചിലത് തേഞ്ഞു പോയി, ചിലത് പാറിപ്പോയി, അങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ടായിരുന്നു. എന്തായാലും ഇതേ ഒരു 6 എണ്ണത്തിനെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ 6 എണ്ണം കൂടെ എന്നെ പൊതിയായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് സൽക്കാരാബായ് പാരഗണിലേക്ക് പോവാം. ഫസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. സാധാരണ നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇഡ്ഡലി കടയിൽ നിന്ന് ഇഡ്ഡലി കഴിക്കാറാണ് പതിവ്. പക്ഷെ ഇവിടെ നിന്നും ഓർഡർ കിട്ടി വേറെ അങ്ങോട്ടേയും പോകുന്ന സമയത്ത് നമുക്ക് ഈ ഇഡ്ഡലി കട മിസ്സാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ടൗണോ പാളയം ഭാഗത്തോ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി കട മിസ്സാവും. അയ്യോ, ഇന്ന് ഇഡ്ഡലി കട തുറന്നിട്ടില്ല. അടിപൊളി. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഡ്ഡലി പാർസൽ മേടിക്കാനായിരുന്നു. ഇതേ ഇഡ്ഡലി കട പൂട്ടിയിട്ടേക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു കപ്പ് ഓട്സ് കുടിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഇഡ്ഡലി വാങ്ങി പെട്ടിയിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോൾ വിശക്കുമ്പോ അങ്ങനെ കഴിക്കാലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് നോക്കിയാൽ മതിയല്ലോ ഫുഡിന്റെ കാര്യം. ബംഗാളിയൊക്കെ സ്വിഗ്ഗിനെ ടീഷർട്ട് ഇട്ട് പോകും. നമ്മളിപ്പോ ആദ്യത്തെ ഓർഡർ എടുക്കാനായി സൽക്കാരാബായ് പാരഗണിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓർഡർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓർഡർ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൊണ്ടു കൊടുക്കാറുള്ളത്. ഭഗവാനെ, അതും ക്യാഷ് ഓൺ ഡെലിവറി 273 രൂപ. സബാഷ്. ഇനി ഇയാളിത് എവിടെയാണാവോ എത്തിയിട്ടുണ്ടാവുക? റെയിൽവേ സ്റ്റേഷനിലല്ല ഇയാളെങ്കിൽ ഞാൻ കാത്തിരിക്കേണ്ടതായിട്ട് വരുമല്ലോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഓർഡർ തന്നെ വള്ളിയാണ് കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് 2 മസാല ദോശയാണ് സുഹൃത്തുക്കളെ. പോകാനുള്ളത് വെറും 2.5 കിലോമീറ്റേഴ്സ് മാത്രമാണ്. ഈ ചില ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിന്റെ അകത്ത് തന്നെ ഓർഡർ ചെയ്യും. അതായത് ട്രെയിൻ എത്തുന്നതിന് മുന്നേ അവർക്ക് ഫുഡ് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടാനായിട്ട് അങ്ങനെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയാണ് ഈ ഓർഡർ എങ്കിൽ നമ്മൾ മൂഞ്ചി ഗൈസ്. കാരണം അധികം ഓർഡർ കിട്ടുന്ന സമയത്ത് കോഴിക്കോട് എത്താനായിട്ട് 10-20 കിലോമീറ്റർ അപ്പുറമുള്ള സമയത്താണ് ഇവര് ഫുഡ് ഓർഡർ ചെയ്യുക. പിന്നെ അവരിവിടെ വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ഏകദേശം 1/4 മണിക്കൂർ നമ്മൾ അവരെയും കാത്തിരിക്കണം. ഇതെന്തായാലും ക്യാഷ് ഓൺ ഡെലിവറി ആണ്. നമുക്ക് നൈസായിട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ. ഹലോ,
ഹലോ, സ്വിഗ്ഗി എന്നായിരുന്നേ. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണോ അതോ ട്രെയിനിലാണോ? സ്റ്റേഷനിൽ. ഭാഗ്യത്തിന് അവര് ട്രെയിനിലല്ല. അപ്പൊ വി ആർ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അപാര തിരക്കാണല്ലോ. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്റെ മോനെ, ഞായറാഴ്ച ഒന്നും രാവിലെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റൂല. കാരണം ഈ ലീവുള്ള എല്ലാരും കൂടെ ചേർന്ന് റോട്ടിൽ തലങ്ങും വിലങ്ങും നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുക. ജോഗിങ്ങും പരിപാടിയൊക്കെ ആയിട്ട്. ഞാനിവിടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അത് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയില്ല. നമുക്ക് രാവിലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുമ്പോ ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ ഓർഡറിന് തന്നെ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുവാണല്ലോ. അപ്പൊ ഇതൊരു ഐശ്വര്യമല്ലേ. പിന്നെ നമുക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസയാവും. എന്തായാലും വേണ്ടില്ല ഗൈസ്, നമുക്ക് രണ്ടാമത്തെ ഓർഡർ ഏത് കാട്ടുന്നാണോ കിട്ടുക, എപ്പോ കിട്ടുമെന്ന് അറിയില്ല. സോ വെയിറ്റ് ചെയ്യാൻ ഗൈസ്. അടിയാത്തതെന്തേ കിളിപ്പെണ്ണേ ഓരോർഡർ, തേനൊലിയോ മൂഞ്ചലോ. സമയം അങ്ങനെ 8 മണി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം മൂഞ്ചിയ മാതിരിയാണ് സുഹൃത്തുക്കളെ. ഞാനിങ്ങനെ കുറെ നേരം ഇങ്ങനെ കാത്തിരുന്ന സമയത്ത് നൈസായിട്ട് ബീച്ചിലേക്ക് ഇങ്ങനെ വന്നു. ബീച്ചിലുള്ള കുറച്ച് ഓട്ടവും പാച്ചിലും ആൾക്കാരുടെ ചിരിയും ഹട്ടാസും ഒക്കെ കാണാമല്ലോ. അപ്പോഴാണ് എനിക്ക് പിള്ളൈ സ്നാക്സിൽ നിന്നും ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിപ്പോ പിള്ളൈ സ്നാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 3-4 മാസം മുന്നേ ആയിട്ട് സ്വിഗ്ഗി ഭയങ്കര ശോകം അവസ്ഥയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പോലെ ഓരോ മണിക്കൂറിൽ ഓരോ ഓർഡർ വീതമൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ അവസ്ഥയിലേക്ക് ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മൂഞ്ചി അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോ മൂഞ്ചി, സ്വിഗ്ഗി മൂഞ്ചി. അപ്പൊ ഇനി മൂഞ്ചാത്തതായിട്ട് ഇനി ഒന്നുമില്ല. ഞാനിപ്പോ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. വല്ല ചായക്കടയോ ബൺമസ്കിയോ. ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വയസ്സ് മുതലുള്ള ആൾക്കാർ ബിസിനസ്സിലോട്ടാണ് ഇപ്പൊ വരുന്നത്. അവർക്കൊക്കെ ചെറുപ്പത്തിലെ ബോധം വെച്ച് തുടങ്ങിയിപ്പോ. എന്തായാലും വേണ്ടില്ല, നമ്മളങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം ചിന്തിക്കേണ്ട. നൈസായിട്ട് നമുക്ക് പിള്ളൈ സ്നാക്സിലേക്ക് ഓർഡർ എടുക്കാനായിട്ട് പോവാം. ഇന്ന് ഇഡ്ഡലി കട തുറക്കാത്തത് കൊണ്ട് ഇവിടുന്ന് ഇഡ്ഡലി വാങ്ങി ചട്നി വാങ്ങി പോയാലോ. ഓർഡർ റെഡി ആയിട്ടുണ്ട്. 3 പൊട്ട് ചെറുപയർ കറി, 10 ഇഡ്ഡലി, 5 വട. ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് ബീച്ചിലേക്ക് തന്നെയാണ്. ബീച്ചിൽ നിന്നാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. ഈ മണ്ഡല മാസം ആയതുകൊണ്ട് ടൗണിലുള്ള അമ്പലത്തിന്റെ സൈഡിലുള്ള വെജ് റെസ്റ്റോറന്റുകളിലെല്ലാം നല്ല രീതിക്ക് എന്റെ തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പൊ ഓരോരുത്തരും മാലയിടാനും അമ്പലത്തിൽ പോകാനൊക്കെ വരുന്ന സമയത്ത് ചായ ഇവിടെ നിന്നാണ് കുടിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് കോർപ്പറേഷൻ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്കൈലൈൻ ബേ വാട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ് സുഹൃത്തുക്കളെ. സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ. ഈ സമയം അങ്ങനെ 9:15 സുഹൃത്തുക്കളെ. ഇപ്പൊ നമുക്ക് സൽക്കാരബായ് പാരകളിൽ നിന്നൊരു ഓർഡർ കിട്ടിയിരുന്നു. അരമണിക്കൂറാണ് എനിക്ക് പോസ്റ്റ് കിട്ടിയത്. 15 അപ്പവും 12 ഇടിയപ്പവും. വെറുതെ അല്ല പോസ്റ്റ്. കറന്റ് എന്റെ ഇത് 4ാമത്തെ ഓർഡറാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞൊരു 3-4 ഓർഡർ ഉണ്ടല്ലോ, ഞാൻ മൈക്ക് കണക്ട് ചെയ്യാതെയാണ് വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോവുകയും ഒരുപാട് അനുഭവങ്ങൾ അതിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ഒന്നും റെക്കോർഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. റെക്കോർഡ് ചെയ്തു, പക്ഷെ മൈക്ക് കണക്ട് ചെയ്തില്ല. കറന്റ് നമ്മളിപ്പോ 15 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 147 രൂപയാണ് നമ്മളുടെ ഇപ്പത്തെ ഏണിങ്സ് എന്ന് പറയുന്നത്. ഈ ഓർഡർ നമുക്ക് കിട്ടിയത് 42 രൂപ എങ്ങാനാണ്. ഈ ഓർഡറും കൂടെ നമുക്ക് കൊടുത്തു കഴിയുന്ന സമയത്ത് ഓൾമോസ്റ്റ് 200 രൂപയ്ക്ക് അടുപ്പിച്ച് നമുക്ക് ഏണിങ്സ് ആവും. 2.25 മണിക്കൂർ. ഈ ഓർഡർ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 3 മണിക്കൂർ ആവും നമ്മളിപ്പോ വർക്ക് ചെയ്തിട്ട്. വെറും 4ാമത്തെ ട്രിപ്പാണ് കേട്ടോ. സാധാരണ രീതിയിൽ നല്ല ഓർഡർ ഉണ്ടാകുന്ന സമയത്ത് ഒരു 9 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ സ്ലാബ് അങ്ങോട്ട് തീരും. ഇനിയിപ്പോ കറന്റ് ആദ്യത്തെ സ്ലാബ് തീരാനായിട്ട് ഇനിയും നമുക്ക് 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നത് 3ാമത്തെ സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുന്ന. എനിക്ക് തോന്നുന്നു അതുപോലും കംപ്ലീറ്റ് ചെയ്യാറുണ്ടാവില്ല. പിന്നെ ഞാൻ സൽക്കാരയിലേക്ക് വരുന്ന വഴി നമ്മുടെ ഇഡ്ഡലി കട തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഞാൻ 3 ഇഡ്ഡലിയും ഒരു ചായയും കഴിച്ചു. 42 രൂപയാണ് നമുക്ക് ആദ്യത്തെ എക്സ്പെൻസ്. ഇന്ന് പെട്രോൾ അടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അടിച്ച പെട്രോൾ തന്നെ കുറച്ചിൽ ബാക്കിയുണ്ട്. പിന്നെ ഇന്ന് വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പെട്രോൾ അടിക്കേണ്ടി വരൂല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടിരിക്കുകയാണ്. ദൈവം, ഇത് വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. ഐ ആം ദി സോറി അളിയ. സ്വിഗ്ഗിയുടെ മാപ്പ് എന്നെ പറ്റിച്ചു. സ്വിഗ്ഗിയുടെ മാപ്പിനകത്ത് ഇപ്പൊ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടി വന്നിട്ടുണ്ടല്ലോ. അത് ആക്ച്വലി ഒരു മൂഞ്ചിക്കൽ പരിപാടിയാണ്. നടന്നു കൊണ്ടേ കൊടുക്കാനൊക്കെ അതിന്റെ അകത്ത് പറ്റത്തുള്ളൂ. ഞാനിപ്പോ ആ ഷോർട്ട് കട്ട് വഴിയാണ് ഇതിലെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മൂഞ്ചിക്കലായി പോയി ഗൈസ്. ശരിക്കും നമുക്ക് പോകേണ്ടത് ഈ വഴിയായിരുന്നു. പക്ഷെ അതിന് പകരമാണ് സ്വിഗ്ഗി ഷോർട്ട് കട്ട് ആണെന്ന് പറഞ്ഞിട്ട് ആ വഴി എനിക്ക് കാണിച്ചു തന്നത്. അതാണെങ്കിൽ നേരെ ഒരു വീട്ടിലേക്കുള്ള വഴി. ഓക്കെ, സാരഥി എന്നാണ് വീട്ടുപേര്. നമ്മളിപ്പോ ലൊക്കേഷനിലെത്തി. സാരഥി എന്നുള്ള വീട്ടുപേര് ഇവിടെ എവിടെയാ? കിട്ടി, സാരഥി കിട്ടി. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഓർഡർ നമ്മൾ കൊണ്ട് കൊടുത്തു. 43 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 9 മണി കഴിഞ്ഞു. അപ്പൊ സർജ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു ഗൈസ്. ഈ ഒരു 6 to 9 ഇടയിൽ നമ്മൾ വെറും 4 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തത്. നല്ല ഓർഡർ ഉള്ള ദിവസം ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ 7 8 ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മിനിമം ഇപ്പൊ സർജ് ലഭിക്കുന്നത് 9 രൂപയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 രൂപ അങ്ങനെ തന്നെ കിട്ടും. നമുക്ക് ഫുഡ് എക്സ്പെൻസിനുള്ള എമൗണ്ട് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സർജ് ബോണസ് ഒക്കെ ആയിട്ട് കിട്ടും. എന്താ വെയിലില്ലേ, ശരിക്കും പറഞ്ഞാൽ നട്ടുച്ചത്ത വെയിൽ കൊള്ളാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ഗൈസ്. പക്ഷെ ഈ 11 മണി തൊട്ടുള്ള വെയിലൊക്കെ ഉണ്ടല്ലോ, എമ്മാതിരി ചൂടാ. ഈ മൈഗ്രെയിൻ ഒക്കെ വരുന്നത് ഈ വെയിൽ കൊണ്ടിട്ടാണ്. അങ്ങനെ നമ്മുടെ 5ാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് 22 രൂപയുടെ. എനിക്ക് തോന്നുന്നു സർജ് തീരാറായതിനു ശേഷം നല്ല രീതിക്ക് തന്നെ ഓർഡർ അടിയുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ കഴിഞ്ഞ സൽക്കാര ബൈ പാരഗൺ എന്നുള്ള ഓർഡറും ഇപ്പൊ കിട്ടിയ ഓർഡറും പെട്ടെന്നാണ് അടിച്ചത്. അതായത് സൽക്കാര ബൈ പാരഗണിന്റെ മുന്നേ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോ ആ സമയം തന്നെയാണ് സൽക്കാരയിൽ നിന്ന് ഓർഡർ അടിഞ്ഞത്. അതുപോലെ തന്നെ സൽക്കാരയിൽ നിന്ന് ഓർഡർ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് 2 മിനിറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ അത് അടുത്ത ഓർഡർ അടിഞ്ഞു. ഇപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് ദോശക്കടയിൽ നിന്നാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ബീച്ച് ഭാഗത്തെ ദോശക്കടയിൽ നിന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ ദോശക്കടയിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കൊത്തു പൊറോട്ടയായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. അവിടുത്തെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മസാല ദോശ ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് സാമ്പാറൊക്കെ കിട്ടുമല്ലോ. ആ സാമ്പാർ സാധാരണഗതിയിൽ സാമ്പാറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ എന്തൊക്കെയോ വാരിക്കൂട്ടി കുറച്ച് വെള്ളവും പാർന്ന സാമ്പാറായല്ലോ. പക്ഷെ ഇവിടുത്തെ സാമ്പാർ നല്ല തിക്ക് സാമ്പാറായിരുന്നു. കുറച്ച് നല്ല കഷ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല തിക്നെസ് ഉള്ള സാമ്പാറായിരുന്നു. സോ നമുക്ക് എന്തായാലും ദോശക്കടയിലോട്ട് പോവാം. നമ്മൾ ദോശക്കടയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഓർഡർ റെഡി ആയിട്ടില്ല. പ്ലെയിൻ റോസ്റ്റ് ദോശ, വട, എഗ് ദോശ. ഈ ഓർഡർ നമ്മൾ പിക്കപ്പ് ചെയ്തിരിക്കുകയാണ്. എന്റെ പൊന്നെ, ഭാഗ്യത്തിന് ഇത് ആകെ കൂടെ 1/2 കിലോമീറ്റർ തികച്ചു ഓടാനില്ല. പോരാത്തതിന് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി 374 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനതാ പറയുന്നത്, ഈ ഓർഡർ ഇല്ലാത്ത സമയത്ത് എനിക്ക് ഏറ്റവും ചെറിയ ഓർഡർ മതി. അതാകുമ്പോൾ സോണിനുള്ളിൽ കിടന്ന് കളിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ദൂരേക്ക് പോയിട്ട് പെട്രോൾ കത്തിച്ച് പോരേണ്ട ആവശ്യമില്ല. ഓർഡർ നല്ലോണം ഉള്ള സമയത്ത് എങ്ങോട്ട് ഓർഡർ വേണമെങ്കിലും കിട്ടിക്കോട്ടെ. കാരണം പുറത്തേക്ക് ഓർഡർ കിട്ടിയാലും, സോണിന് പുറത്തേക്ക് ഓർഡർ കിട്ടിയാലും തിരിച്ചു വരുമ്പോൾ സോൺ എത്തണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. പുറത്തുനിന്നേ തന്നെ അടിഞ്ഞു കൊടുക്കും. ഹൗസ് നമ്പർ 31 ആണെന്നാണ് കാണിക്കുന്നത്. ഭഗവാനെ, ഇവിടെ റോഡില്ലല്ലോ, വെറുതെ അല്ല, വഴി തെറ്റിക്കുന്നല്ലോ. ഹൗസ് നമ്പർ 31 ഏതാ? ആ, 174 ചേഞ്ച് ഇല്ലല്ലോ. സമയം അങ്ങനെ 1 മണി ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ഇപ്പം മുതൽ നമുക്ക് 15 രൂപ മുതൽ 30 രൂപ വരെയാണ് സർജ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് നേരത്തെ ഒരു ലോങ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് 22 രൂപയാണ് സർജ് ബോണസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സർജ് ബോണസ് ഒരു അനുഗ്രഹമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കുറവാണല്ലോ. പിന്നെ പീക്ക് ടൈമിൽ നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 12 മണി തൊട്ട് ശരിക്കും പറഞ്ഞതിന്റെ നല്ല ഓർഡർ തന്നെ ഉണ്ടായിരുന്നു. രാവിലത്തെ സത്യം പറഞ്ഞാൽ ഒരു 10 മണി വരെ നമുക്ക് ചെറിയൊരു പോസ്റ്റ്, ഈ പറഞ്ഞ പോലെ ഒരു ഓർഡർ അടിക്കുക, അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു ഓർഡർ അടിക്കുക, ആ ഒരു രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം നല്ല രീതിക്ക് എന്നെ ആയിട്ട് ഇപ്പൊ ഓർഡർ മൂവ് ആവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് പാരഗൺ റെസ്റ്റോറന്റിൽ നിന്നും ഒരു ബാച്ച് ഓർഡർ ആണ് സുഹൃത്തുക്കളെ. ഈ ബാച്ച് ഓർഡർ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ 2ാമത്തെ സ്ലാബ് ഇപ്പൊ കംപ്ലീറ്റ് ആവുകയാണ്. സമയം 1 മണിയായി. 2ാമത്തെ സ്ലാബ് ഇപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം കൊണ്ടാണ് ശരിക്കും 3ാമത്തെ സ്ലാബ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈശ്വര, ഫുഡ് തരാൻ വേണ്ടി പോസ്റ്റ് അടി തരല്ലേ, പെട്ടെന്ന് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. ഭാഗ്യത്തിന് 2 റെഡിയാണ്. 5287. ഈ ഓർഡർ ചെയ്തിരിക്കുന്ന കസ്റ്റമറുടെ പേര് ലിയ എന്നാണ്. എന്റെ വീട്ടിലുള്ള എന്റെ ഡോഗിന്റെ പേരും ലിയ എന്നാണ്. ലിയക്കുട്ടി എന്നാണ് ഡോഗിന്റെ പേര്. സോ ഈ ഓർഡറിൽ നമുക്ക് 374 രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 800 രൂപയുടെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാനൊന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ പോയി എന്നറിയോ. സാധാരണ ഈ വനിതാ മെസ്സ് അങ്ങനത്തെ ചെറിയ സെറ്റപ്പ് പരിപാടികളിൽ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്കുള്ള ഫുഡും കിട്ടും. ഈ പറഞ്ഞ ഉപ്പേരിയും പപ്പടവും അച്ചാറും പരിപാടിയും അവിയലും ഒക്കെ ആയിട്ട് കുറച്ച് നല്ല രീതിക്കുള്ള ഒരു ഫുഡ് കിട്ടും. അപ്പൊ ഞാനിന്ന് സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുന്ന എല്ലാ റെസ്റ്റോറന്റുകളും, മീൻസ് റെസ്റ്റോറന്റ് പറഞ്ഞാൽ വലുതല്ല, ചെറുകിട സെറ്റപ്പുള്ള എല്ലായിടത്തും ഞാൻ പോയി നോക്കിയപ്പോ ഒക്കെ ക്ലോസ്ഡ് ആണ് ഗൈസ്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം അടച്ചിട്ടേക്കുന്നു. എനിക്ക് സാധാരണ ഈ ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ പറഞ്ഞ മെസ് ഹൗസ് എന്നാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നമ്മളെ ചിന്താവളപ്പ് ജംഗ്ഷനിലുള്ള അൻഹാർ റെസ്റ്റോറന്റിൽ ഞാൻ നൈസായിട്ട് ഒന്ന് കയറി. അവിടുന്ന് എനിക്കൊരു ഓർഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഓർഡർ റെഡി ആവുന്ന ടൈം കൊണ്ട്
ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയി ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണ് ചോറ് ഓർഡർ ചെയ്തത്. എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അവിടുത്തെ മീൻകറി ചോറ്. എന്റെ മോനെ, നല്ല കിടിലം മീൻകറി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനകത്ത് നിന്ന് ഒരു മീൻ കഷ്ണവും കിട്ടി ഗൈസ്, ഒരു അയിലേന്റെ വാൽ കഷ്ണം. 65 രൂപയാണ് ചോറിന് എനിക്ക് ആയത്. പക്ഷെ നമ്മുടെ കാരപ്പറമ്പുള്ള മലബാർ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, ഈ മലബാർ റെസ്റ്റോറന്റിലുള്ള സെയിം മീൻകറിയുടെ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് അൻഹാർ റെസ്റ്റോറന്റ് ഒന്നും കിട്ടിയത്. പക്ഷെ മലബാർ റെസ്റ്റോറന്റിൽ 70 രൂപയ്ക്ക് വിത്ത് പായസം അടക്കം നല്ല ഇലയിലൂണാണ് ഗൈസ്. ഇന്നത്തെ നമ്മുടെ ഫുഡ് എക്സ്പെൻസ് വന്നിട്ട് രാവിലെ 40 രൂപ ആൻഡ് ഇപ്പോ 65 രൂപ, മൊത്തം നമുക്ക് 105 രൂപ, റൗണ്ട് ഫിഗർ 110 രൂപ എക്സ്പെൻസ് ആയിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇനി ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ. അപ്പാർട്ട്മെന്റ് ബോർഡ് കണ്ടോ? അവിടെ ഓക്കെ, ശരി. ജിപേ ആണോ? നമ്മളങ്ങനെ രണ്ടാമത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നക്ഷത്ര അപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണല്ലോ നക്ഷത്ര അപ്പാർട്ട്മെന്റ് കേൾക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ അപ്പാർട്ട്മെന്റ് ആണെന്നാണ് പറയുന്നത്. ഇത് ഏതാ അപ്പാർട്ട്മെന്റ്? ഇതാണോ നക്ഷത്ര? സ്വിഗ്ഗി എന്നായിരുന്നേ. അതാണ്ട് നമ്മളങ്ങനെ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സ്ലാബ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാറുണ്ടാവില്ല. അതെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ പാരഗൺ റെസ്റ്റോറന്റിനാണുള്ളത്. 30 മിനിറ്റ് ആയി സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതുവരെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടില്ല. നമുക്ക് വീണ്ടും ഒരു ബാച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഓർഡർ കിട്ടി, പക്ഷെ രണ്ടാമത്തെ ഓർഡർ എനിക്ക് കസ്റ്റമർ അടുത്തുനിന്ന് തെറി വരെ കേട്ടു. നിങ്ങൾ എന്ത് ചെയ്യാണ് ഫുഡ് അവിടെ വെച്ചിട്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവസാനം ഞാൻ റെസ്റ്റോറന്റുകാരുടെ അടുത്ത് ഫോൺ കൊടുത്ത് അവർ സംസാരിച്ചപ്പോഴാണ് കസ്റ്റമറിന് വരെ മനസ്സിലായത് ഇത് എത്ര ഡെലിവറി എക്സിക്യൂട്ടീവ് അവിടെ ഉള്ളതെന്ന് അറിയോ. ഇത്രയൊന്നും അല്ലായിരുന്നു. ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടികൾ നിൽക്കും പോലെയാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഒന്ന് ഞാൻ, പിന്നെ 2, 3, 4, 5, 6, 7, 8, 9, 10 ഡെലിവറി ബൈക്കുകൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-15 ആൾക്കാരുണ്ട്. ഓരോരുത്തർക്ക് ഇപ്പൊ പതുക്കെ പതുക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. എന്താവോ എന്തോ. ഇതിൽ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എന്റെ വീടിന്റെ ഭാഗത്തേക്ക്, അതായത് എന്റെ വീട്ടിൽ നിന്നും വെറും 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ ഒരു ഏരിയയിലേക്കാണ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. സോ ഇനി ഞാൻ തിരിച്ചു വരൂല മിക്കവാറും. ഇത് കൊടുത്തിട്ട് ആ വഴി അങ്ങ് പോകും. നിങ്ങൾ ഓർഡർ ഐറ്റം എന്താ? ഫിഷ് പൊതിച്ചോറോ? ആക്കെ ഇവർക്ക് വേഗം എടുത്തരാവുന്നല്ലേ ഉള്ളൂ. സർജിന്റെ ടൈമിലും പീക്ക് ടൈമിലൊക്കെ ഇങ്ങനെ പോസ്റ്റഡ് കിട്ടണം. ഇവിടെ ഡെലിവറി എക്സിക്യൂട്ടീവിന്റെ ഓർഡർ കിട്ടുന്ന സമയത്ത് ലോട്ടറി അടിച്ച സന്തോഷമാണ് മുഖത്ത്. ഓരോരുത്തരും 48-50 മിനിറ്റ് ഒക്കെ കാത്തിരുന്നിട്ടാണ് ഡെലിവറി എടുത്ത് കൊണ്ടുപോകുന്നത്. ഇന്ന പ്ലാറ്റ്ഫോം ഒന്നുമില്ല, എല്ലാ പ്ലാറ്റ്ഫോമും ഉണ്ട്. സൊമാറ്റോ ഉണ്ട്, പൊട്ടാഫോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, പോർട്ടർ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. എനിക്ക് ഒന്ന് കോഴിക്കോട് സിറ്റിയിൽ ഇപ്പൊ ഡെലിവറി ബോയ്സ് ആരും ഉണ്ടാവില്ല, എല്ലാവരും ഇവിടെയുള്ളു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് സാധനം ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇട്ടാൽ മതി. വെറുതെ ഇത് ഉണ്ടാക്കി കസ്റ്റമറുടെ ടൈമും പോകും, നമ്മുടെ ഏണിങ്സും കുറയും. പറയും അല്ല, ഇതുവരെ റെസ്റ്റോറന്റ് ഡിലേ ആണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല? ഇല്ലില്ല, ഒരു പാക്ക് ചെയ്തോണ്ടിരിക്കാന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ എടുക്കുന്നല്ലാണ്ട് വേറൊരു അപ്ഡേഷൻ തരുന്നില്ല. 3/4 മണിക്കൂറായി ഇപ്പൊ ഇവിടെ. ഇനിയും 13 മിനിറ്റ് കാണിക്കുന്നു. കുറെ നേരം 13 മിനിറ്റ് കാണിച്ചോണ്ട്. ഗൈസ്, ബാച്ച് ഓർഡറിൽ എനിക്ക് ഫുഡ് കിട്ടിയ കസ്റ്റമർ ആണ് ഇപ്പൊ വിളിച്ചത്. പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞത് കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ ഞാൻ ഓൾറെഡി പിക്കപ്പ് ചെയ്തത് അവർക്ക് കാണാനായിട്ട് പറ്റും. ബാച്ച് ഓർഡറിൽ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ വിഷയം. ഭാഗ്യല്ല സുഹൃത്തുക്കളെ. ഞാൻ പോയി ഇപ്പൊ ട്രെയിൻ വരുന്നത് കാണട്ടെ. എന്റെ മോനെ റെഡിയായി മക്കളെ. അതാ കൊണ്ടുവരുന്ന ഒരു ബക്കറ്റ് നിറച്ചും ഫുഡ്. അതാ തന്നെ. താങ്ക് യു. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റത്തെ 2 ഓർഡറാണ് എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ 2 ഇൻസെന്റീവ് സ്ലാബ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. എത്ര ഏണിങ്സ് ആയി എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. മൂന്നാമത്തെ സ്ലാബ് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബാച്ച് ഓർഡറിലെ ആദ്യത്തെ കസ്റ്റമറുടെ ഫുഡ് തന്നെ എനിക്ക് വീടിന്റെ ഭാഗത്തേക്കാണ് കൊണ്ടു കൊടുക്കാനുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റൂല. കാരണം രണ്ടാമത്തെ കസ്റ്റമറെ ഫുഡ് കൊടുത്താൽ മാത്രമേ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കസ്റ്റമറാണ് പോകുന്ന വഴിയിൽ എനിക്ക് ആദ്യത്തെ കസ്റ്റമർ എനിക്ക് അവസാനമാണ് കൊടുക്കേണ്ടത്. ഞാനേ നമ്മുടെ കക്കോടി പാലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പാലം കഴിഞ്ഞിട്ട് ഒരു 100-150 മീറ്റർ. ഓക്കെ, അത് ഒരു പള്ളി കണ്ടു. ആ പള്ളിയുടെ അങ്ങോട്ട് റോഡില്ലേ ഉള്ളിലേക്ക്? ലെഫ്റ്റ് സൈഡിലേക്ക്. വീട്ടിലാണോ? ഓക്കെ. നല്ല ഡിലേ അല്ലേ? ഓക്കെ. ഇന്ന് നമുക്ക് സൺഡേ ആയിട്ട് പോലും ആകെ 914 രൂപയാണ് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കി തന്നത്. 155 രൂപ ഇൻസെന്റീവ് ആയിട്ട്, അതായത് രണ്ടാമത്തെ സ്ലാബാണ് സുഹൃത്തുക്കളെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വിഗ്ഗി ഭയങ്കര ശോകമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ പരിപാടി പിടിക്കേണ്ടി വരും. അപ്പം ഇന്ന് നമ്മൾ ടോട്ടൽ ഓൾമോസ്റ്റ് 100 രൂപ നമുക്ക് ഫുഡ് എക്സ്പെൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 200 രൂപ പെട്രോൾ എക്സ്പെൻസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 914 രൂപയിൽ നിന്ന്
നിന്നും 300 രൂപ നമുക്ക് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 600 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ ഏണിങ്സ് ഒന്നുമില്ല. പക്ഷെ സ്വിഗ്ഗിയുടെ ഒരു അവസ്ഥ പോലത്തെ വെച്ച് നോക്കുന്ന സമയത്ത് 600 രൂപ കുഴപ്പമില്ല. പക്ഷെ 9.5 മണിക്കൂർ വർക്ക് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു എമൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 600 രൂപയാണ് ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത്. സാധാരണ ഉള്ള സൺഡേയിൽ നമുക്ക് 800 900 ഒക്കെ വെച്ച് കിട്ടാറുണ്ടായിരുന്നു. ആ ദിവസങ്ങൾ ഇനി കടന്നു വരുമോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. അപ്പൊ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.